morning dear students. Welcome to another session of online class. നമ്മുടെ ഇപ്പോഴത്തെ ടോപ്പിക് ഡിബഞ്ചേഴ്സ് ആണ്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആണ്. അപ്പോൾ ഡിബഞ്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് എ ഡോക്യുമെൻ്റ് അക്നോളജിങ് ഡെപ്റ്റ്. ഡെപ്റ്റ് അക്നോളജ് ചെയ്യുന്ന ഡോക്യുമെൻറ്റിനെയാണ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ കമ്പനി കടം വാങ്ങുമ്പോൾ കൊടുക്കുന്ന ഡോക്യുമെൻറ്റിനെയാണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഡിബഞ്ചറിന് കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം റിഡീം ചെയ്യപ്പെടുന്ന, റീപേ ചെയ്യപ്പെടുന്ന, തിരിച്ചു കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഡിബഞ്ചർ. കടം വാങ്ങി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തിരിച്ചു കൊടുക്കണമല്ലോ. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, 5-8 വർഷങ്ങൾക്ക് ശേഷം റീപേ ചെയ്യുന്ന ഡെപ്റ്റിനെയാണ് എന്തായിട്ട് പറയുന്നത്, ഡിബഞ്ചർ എന്ന് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡിബഞ്ചർ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് പ്രീഫിക്സ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇപ്പോൾ 8% ഡിബഞ്ചേഴ്സ്, 10% ഡിബഞ്ചേഴ്സ്, 12% ഡിബഞ്ചേഴ്സ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബെയർ ചെയ്യുന്ന ഒരു ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റിയെയാണ് എന്തായിട്ട് പറയുന്നത്, ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിൽ നമ്മൾ പല ടേംസ് ഉണ്ട്, പല കണ്ടീഷൻസിൽ ഇഷ്യൂ ചെയ്യാം. ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ ക്യാഷ്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അതർ ദാൻ ക്യാഷ്, ഇങ്ങനെ 2-3 ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആസ് കൊളാട്രൽ സെക്യൂരിറ്റി, ഇങ്ങനെ 3 തരത്തിൽ നമുക്കതിനെ ഇഷ്യൂസിനെ ഡിസ്ക്രൈബ് ചെയ്യാം. അതിൽ ആദ്യത്തെ ഫസ്റ്റ് പോയിൻ്റായിട്ടുള്ള ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ ക്യാഷ് എന്നുള്ള ഹെഡിൽ 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ ക്യാഷ് കളക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യാം. ഒന്ന് എന്താണ്, ഫുൾ എമൗണ്ട് അപ്ലിക്കേഷൻ മണിയോടൊപ്പം കളക്ട് ചെയ്യാം, സിംഗിൾ ഇൻസ്റ്റാൾമെൻറ്റ്, ഓർ കളക്ട് ഡിബഞ്ചർ ഇൻ ലംസം, ലംസമായിട്ട് എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു. 100 രൂപയാണ് ഡിബഞ്ചറിൻ്റെ വാല്യൂ എന്നുണ്ടെങ്കിൽ, ഫേസ് വാല്യൂ എന്നുണ്ടെങ്കിൽ, അപ്ലിക്കേഷൻ മണിയായിട്ട് 100 രൂപ മുഴുവനായിട്ട് വാങ്ങുന്നു, സിംഗിൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വാങ്ങുന്നു. അതേസമയം ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് പോലെ അപ്ലിക്കേഷൻ മണി, അലോട്ട്മെൻറ്റ് മണി, കോൾ മണി എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടും ഡിബഞ്ചർ എന്ത് ചെയ്യാം, ഇഷ്യൂ ചെയ്യാം. അതാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് വിത്ത് ഇൻസ്റ്റാൾമെൻറ്റ്സ് ഓർ എന്താണ് വിത്ത് ഡിഫറെൻറ്റ് ഇൻസ്റ്റാൾമെൻറ്റ്സ് എന്നുള്ള പോയിൻ്റാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തായാലും നമുക്ക് ഇന്നൊരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് തുടങ്ങാം. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ വർക്ക് ചെയ്തുകൊണ്ട് തുടങ്ങാം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ക്വസ്റ്റ്യൻ പേജ് നമ്പർ 138, ഇൻസ്റ്റാൾമെൻറ്റിൽ റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ക്വസ്റ്റ്യൻ്റെ പേജ് നമ്പർ 138, ഇല്ലസ്ട്രേഷൻ 2 എന്നാണ് ആ ക്വസ്റ്റ്യൻ. ഞാൻ വായിക്കാം. ഗ്ലോബൽ കമ്പനി ലിമിറ്റഡ് ഇഷ്യൂഡ് 10,000 14% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 each, payable at ₹20 on application, ₹30 on allotment, ₹25 on first call and ₹25 on second and final call. All debentures were subscribed and all the amounts were received. Give journal entries to record the debenture transactions in the books of the company and exhibit the relevant information in the balance sheet. അപ്പോൾ നമുക്ക് ഇവിടെ ഡിബഞ്ചർ ട്രാൻസാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ജേണൽ എൻട്രീസും അത് എക്സിബിറ്റ് ചെയ്യുന്ന ബാലൻസ് ഷീറ്റും വരയ്ക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇത്. ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുൻപായിട്ട് പറയട്ടെ, ഇത് ഷെയർ ക്യാപിറ്റൽ എങ്ങനെ കളക്ട് ചെയ്യുന്നു ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്, അതായത് അപ്ലിക്കേഷൻ മണി, അലോട്ട്മെൻറ്റ് മണി, ഫസ്റ്റ് കോള്, സെക്കൻഡ് കോളൊക്കെ ആയിട്ട് കളക്ട് ചെയ്യുന്നു. അതേപോലെ ഒരു മാറ്റവുമില്ല. പക്ഷേ ബാലൻസ് ഷീറ്റിൽ അപ്പിയർ ചെയ്യുന്ന സമയത്ത് മാറ്റമുണ്ട്. അവിടെ ഷെയർ ക്യാപിറ്റലിലാണ് വരിക, ഇവിടെ ലോങ് ടൈം ബോറോയിങ്സിലാണ് ഇത്. അതിന് ആ ഹെഡിന് താഴെയാണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് ബോർഡിൽ സോൾവ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ജേണൽ എൻട്രീസ് വരച്ച് വെച്ചിട്ടുണ്ട്. ഡേറ്റ്,
ഇവിടെ പറയാത്ത കാരണം കൊണ്ട് ഡേറ്റുകളും ഞാൻ വരച്ചിട്ടില്ല. ഇതൊരു ഓർഡിനറി ക്വസ്റ്റ്യൻ ആണ്. ഡിബഞ്ചേഴ്സ് ഷെയർ പോലെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കളക്ട് ചെയ്യുന്നു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിബഞ്ചേഴ്സ് എന്നുള്ള പേര് എഴുതുമ്പോൾ നേരത്തെ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ എന്നൊക്കെ എഴുതുന്നതിന് പകരം നമ്മൾ ഡിബഞ്ചേഴ്സ് എന്ന് എഴുതണം. ഡിബഞ്ചേഴ്സ് എന്ന് എഴുതുമ്പോൾ അതിൻ്റെ പേര്, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യണം. അത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് എഴുതാം. ആദ്യമായിട്ട് അപ്ലിക്കേഷൻ മണി കിട്ടിയതാണ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. നമുക്ക് 10,000 ഷെയർ ആണുള്ളത്. 10,000 into 100. 100 അല്ല, 20 റുപ്പീസാണ് അപ്ലിക്കേഷൻ മണി. ഇൻസ്റ്റാൾമെൻ്റ് ആണല്ലോ, 20 റുപ്പീസാണ്. അപ്പോൾ 2 lakh. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 2 lakh. എത്ര ശതമാനം ഡിബഞ്ചേഴ്സാണ്, അതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. 14% ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട്. ക്രെഡിറ്റ് കോളം 2 lakh. നരേഷൻ being %, ഡിബഞ്ചർ അപ്ലിക്കേഷൻ മണി റിസീവ്ഡ്. 14% ഡിബഞ്ചർ അപ്ലിക്കേഷൻ മണി റിസീവ്ഡ്. വെറും അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് എന്ന് എഴുതിയാലും മതി കേട്ടോ. ഇപ്പം ഇവിടെ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് എഴുതുന്നു എന്നേ ഉള്ളൂ. അടുത്തത് 14% ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ 2 lakh. To 14% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. അപ്പോൾ ഏറെക്കുറെ സെയിം തന്നെ, നേരത്തെ ഷെയറിൻ്റെ കാര്യത്തിലെടുത്ത പോലെ തന്നെ ജേണൽ എൻട്രീസ് സെയിം ആണ്. യാതൊരു മാറ്റവും ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നരേഷൻ ബീയിങ് application money transferred to debentures account. അടുത്തത് സാധാരണ പോലെ തന്നെ അലോട്ട്മെൻറ്റ് ഡ്യൂ ആക്കുന്നു. അപ്പോൾ 14% ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ. നമ്മൾ എന്ത് ചെയ്യണം? 10,000 ഡിബഞ്ചേഴ്സാണ്. 10,000 ഇൻറ്റു അലോട്ട്മെൻറ്റ് മണി എത്രയാണ്? അലോട്ട്മെൻറ്റ് മണി 30 രൂപ. 30. 14% ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു 14% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. അക്കൗണ്ട് 3 lakh. നരേഷ് എഴുതുക. ബീയിങ്
അലോട്ട്മെൻറ്റ് ഡ്യൂ. അലോട്ട്മെൻറ്റ് ഡ്യൂ ആക്കി കഴിഞ്ഞാൽ അടുത്തത് അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ പോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 3 lakh to %14 debenture allotment account 3 lakh. നരേഷ് എഴുതുക. being debenture allotment money received. ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് മണി റിസീവ്ഡ്. അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കാര്യമെന്ന് പറയുന്നത് ഇവിടെ ഫസ്റ്റ് കോൾ ഡ്യൂ ആക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് കോൾ ഡ്യൂ ആക്കാൻ വേണ്ടി 14% ഡിബഞ്ചർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റർ. ഫസ്റ്റ് കോൾ എത്രയാണെന്ന് നോക്ക്. 25 രൂപയാണ്. അപ്പോൾ ഇവിടെ 10,000 into 25, that is 2,50,000 to 14% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 2,50,000. നരേഷ് എഴുതുക. being 14% ഡിബഞ്ചർ ഫസ്റ്റ് കോൾ ഡ്യൂ. 14% ഡിബഞ്ചർ ഫസ്റ്റ് കോൾ ഡ്യൂ ആയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് കോളിൻ്റെ എമൗണ്ട് റിസീവ് ചെയ്യണം, സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ഡ്യൂ ആക്കണം, ആ എമൗണ്ട് റിസീവ് ചെയ്യണം. അത് കഴിഞ്ഞാൽ ജേണൽ എൻട്രി കഴിഞ്ഞു. ദെൻ നമുക്ക് എന്ത് വരയ്ക്കണം? ബാലൻസ് ഷീറ്റിൽ ഇതെങ്ങനെ അപ്പിയർ ചെയ്യണം എന്നുള്ള കാര്യം കൂടി വരച്ചാലാണ് ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇൻസ്റ്റാൾമെൻറ്റിൽ ഡിബഞ്ചർ കളക്ട് ചെയ്യുക എങ്ങനെയാണ്, അത് ഷെയറിനോട് ഈക്വലൻ്റ് ആണ്. ഷെയർ എന്നുള്ള സ്ഥലത്ത് നമ്മൾ എന്ത് പേര് വെക്കണം? 14% ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് എന്നുള്ള പേര് വെക്കണമെന്ന് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. ബാക്കിയൊക്കെ സെയിം ആണ് കേട്ടോ. അതേസമയം ബാലൻസ് ഷീറ്റിലേക്ക് വരുമ്പോൾ വലിയ മാറ്റമുണ്ട്. ഇത് ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസും മറ്റത് ഷെയർ ഓണർഷിപ്പ് സെക്യൂരിറ്റിയാണ്. പിന്നെ നമുക്ക് ബോർഡ് ക്ലീൻ ചെയ്തിട്ട് എഴുതാം. നമ്മൾ നേരത്തെ ചെയ്ത് നിർത്തിയത് ഫസ്റ്റ് കോൾ ഡ്യൂ ആവുന്നതാണ്. ഇനി നമുക്ക് ഫസ്റ്റ് കോൾ റിസീവ് ചെയ്യുന്നത് എഴുതാം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. ഡിനോമിനേഷൻ എഴുതേണ്ട നേരത്തെ തന്നെയാണ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ $2,50,000 to 14% ഡിബഞ്ചർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് എമൗണ്ട് 2,50,000. നരേഷൻ being 14% ഡിബഞ്ചർ ഫസ്റ്റ് കോൾ റിസീവ്ഡ്.
അപ്പോൾ ബാങ്കിൽ എന്ത് കിട്ടി? ഫസ്റ്റ് കോൾ മണി, ഡിബഞ്ചർ ഫസ്റ്റ് കോൾ മണി കിട്ടി. ഇനി സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ഡ്യൂ ആക്കണം, റിസീവ് ചെയ്യണം. 14% ഡിബഞ്ചർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ. സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ എന്ന് പറയുന്നത് 25 തന്നെ, 25 രൂപ തന്നെ. അപ്പോൾ 10,000 ഇൻറ്റു 25, 2,50,000. 14% debentures account, $2,50,000. Narration being 14% debenture second and final call due. സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ഡിബഞ്ചറിൻ്റെ ഡ്യൂ ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? അത് റിസീവ് ചെയ്യുക, റെസിപ്റ്റായിട്ട് കാണിക്കുക. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 2,50,000 to 14% ഡിബഞ്ചർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട്. എമൗണ്ട് എത്ര തന്നെയാണ്? 2,50,000. നരേഷൻ being 14% debenture second and final call money received, second and final call money received. അപ്പോൾ നമുക്കിവിടെ മുഴുവൻ കോൾ മണി അല്ലെങ്കിൽ എന്താണ് ഫൈനൽ കോൾ മണി വരെയുള്ള എമൗണ്ട് ഡ്യൂ ആക്കുകയും അത് റിസീവ് ചെയ്യുകയും ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ബാലൻസ് ഷീറ്റിൽ ഇതെങ്ങനെ അപ്പിയർ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം കൂടി കാണിക്കാനുണ്ട്, എഴുതാനുണ്ട്, എക്സിബിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കിനി ബാലൻസ് ഷീറ്റിലേക്ക് ബോർഡ് ക്ലെയിം ചെയ്ത് ബാലൻസ് ഷീറ്റ് വരച്ച് അതിലേക്ക് പോകാം. ബാലൻസ് ഷീറ്റ് വരച്ച് വെച്ചിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് ഇതാണ്. ബാലൻസ് ഷീറ്റ് വളരെ ഷോർട്ടാക്കിയിട്ടാണ് എഴുതുള്ളൂ. അതിൻ്റെ എക്സ്പ്ലനേഷൻസൊക്കെ നോട്ട്സ് ടു അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ, ഇതാണ് അതിൻ്റെ ഒഫീഷ്യൽ ഫോർമാറ്റ് ബാലൻസ് ഷീറ്റിൻ്റെ. നമുക്കിത് ഫില്ല് ചെയ്യാം. ആദ്യത്തെ ഹെഡിങ് എന്ന് പറയുന്നത് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്നാണ്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഷെയർ ക്യാപിറ്റൽ, ഇതൊക്കെയാണ് എഴുതേണ്ടത്. പക്ഷെ അത്രയും ഇൻഫർമേഷൻസ് ഒന്നും നമുക്കില്ലാത്ത കാരണം കൊണ്ട് ഞാൻ വെറുതെ ഫില്ല് ചെയ്യുന്നില്ല. അതായത് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്നുള്ള ഹെഡിന് താഴെ ആദ്യം എഴുതേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഒന്നാമത്തെ വരുന്നത് എന്താണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. രണ്ടാമത്തെ വരുന്നത് എന്താണ്? റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഇങ്ങനെയാണ് പോകുന്നത്. പക്ഷെ നമുക്കതൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നേരിട്ട് ലയബിലിറ്റിയിലേക്ക് കടക്കുന്നു. ലയബിലിറ്റിയിലാണ്, ലയബിലിറ്റി മാത്രമുള്ള കാരണം കൊണ്ട് ലയബിലിറ്റീസിലേക്ക് കടക്കുന്നു. ലയബിലിറ്റീസിൽ തന്നെ നമ്മൾ നേരിട്ട് നോൺ കറണ്ട് ലയബിലിറ്റീസിലേക്ക്, അത് മാത്രമേ ഉള്ളൂ, അത് മാത്രമാണ് എഴുതി കാണിക്കുന്നുള്ളൂ. നോൺ കറണ്ട് ലയബിലിറ്റീസ്. നോൺ കറണ്ട് ലയബിലിറ്റീസിൽ നമ്മൾ ലോങ് ടൈം ബോറോയിങ്സ്,
ലോങ് ടൈം ബോറോയിങ്സ് എന്ന് പറഞ്ഞ് നമ്മളവിടെ വയ്ക്കുന്നു. അപ്പോൾ ഇത് വർക്കിങ്സ് വേണ്ട കാരണം കൊണ്ട് ഇവിടെ നോട്ട് നമ്പറിൽ 1. വീണ്ടും ഇവിടേക്ക് വരുന്നു. ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു കോളം കൂടി ആകാം. നോട്ട് നമ്പർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു കോളം കൂടി വേണമെങ്കിൽ ആവാം കേട്ടോ. അതിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നോട്ട് നമ്പർ എന്ന് കൊടുക്കാം. ഇതിൽ നോട്ട് നമ്പറിൽ 1 എന്താണ് എഴുതേണ്ടത്? ലോങ് ടൈം ബോറോയിങ്സ്. ലോങ് ടൈം ബോറോയിങ്സ്. ലോങ് ടൈം ബോറോയിങ്സിൻ്റെ താഴെ എന്ത് ചെയ്യണം? ഇത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. 10,000 14% debentures at the rate of ₹100 each. ഇങ്ങനെ തന്നെ കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൽ നമുക്കറിയാം 10 ലക്ഷം. ഇവിടെ ക്ലോസ് ചെയ്ത് വയ്ക്കും. 10 ലക്ഷമാണ് ആകെ വരുന്നത്. അത് ഇവിടേക്ക് എടുത്ത് എഴുതുക. $10 lakhs ഒന്നാമത്തെ. അതെടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ലയബിലിറ്റീസ് വേറൊന്നും നമുക്കില്ല ലയബിലിറ്റി സൈഡിൽ. അപ്പോൾ അത് ക്ലോസ് ചെയ്യാം. അടുത്തത് രണ്ടാമത്തെ പോയിന്റ് അസറ്റ്സ്. അസറ്റ്സിൽ ആദ്യം തന്നെ നമ്മൾ എഴുതുന്ന കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സിൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് എന്ന് പറഞ്ഞ് നോട്ട് നമ്പർ 2. ഇവിടെ രണ്ടാമത്തെ നോട്ട്. ഹെഡിങ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്. അതിൽ നമുക്ക് എന്താണ് എഴുതേണ്ടത്? ക്യാഷ് അറ്റ് ബാങ്ക്. ഈ ക്യാഷൊക്കെ എവിടെയാണ് ഇരിക്കുന്നത്? ബാങ്കിലാണ്. ക്യാഷ് അറ്റ് ബാങ്ക് എത്രയാണ്? എല്ലാ പൈസയും വന്നിട്ടുള്ള ബാങ്കിലേക്കാണ്. 10 lakh. അതും ക്ലോസ് ചെയ്തു. ഇവിടേക്ക് 10 lakh എഴുതി അണ്ടർലൈൻ ചെയ്തു. 10 lakh താഴത്തേക്ക് എഴുതി. അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും ഈക്വലൈസ് ചെയ്തു. ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഇത് ബാലൻസ് ഷീറ്റിൽ എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണെന്ന് തോന്നാം. പക്ഷേ ഈ ഫോർമാറ്റ് ഇതേപോലെ തന്നെ എഴുതി വെക്കണം. ഈ ഫോർമാറ്റ് ഇതേപോലെ എഴുതിയില്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല? മാർക്ക് കിട്ടില്ല. ആ ഫോർമാറ്റ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് അസറ്റ്സ് ആണ് 2 ഹെഡിങ്ങും നമുക്കറിയാം. അതിനകത്ത് വരുന്ന ഷെയർ ക്യാപിറ്റലോ മറ്റു കാര്യങ്ങളൊന്നും എഴുതുന്നില്ല. നമുക്ക് തന്നിട്ടുള്ള ഡിബഞ്ചേഴ്സും അതുപോലെ തന്നെ ആ ഡിബഞ്ചേഴ്സ് എവിടേക്ക് കളക്ട് ചെയ്യുന്നു? ബാങ്കിലേക്ക് കളക്ട് ചെയ്യുന്നു. അപ്പോൾ ബാങ്കും മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുന്നു വേണ്ട. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കുക. നോട്ട്സ് ടു അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ ഇവിടെയാണ്. ഇവിടെ ഹെഡുകൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, എന്നാലേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ടോപ്പിക്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് പ്രീമിയം. ഡിബഞ്ചേഴ്സ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാം. The premium may be collected at the time of application, allotment and call money. പ്രീമിയം അപ്ലിക്കേഷൻ മണിയുടെ ഒപ്പം കളക്ട് ചെയ്യാം, അലോട്ട്മെൻറ്റിൻ്റെ ഒപ്പം കളക്ട് ചെയ്യാം, അതല്ലെങ്കിൽ കോൾ മണിയുടെ ഒപ്പം കളക്ട് ചെയ്യാം. എപ്പോഴാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? പ്രീമിയം കളക്ട് ചെയ്യാം. പ്രീമിയം കളക്ട് ചെയ്യുന്നത് ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം പ്രീമിയം
അലോട്ട്മെൻറ്റിൻ്റെ ഒപ്പമാണ് കളക്ട് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. പക്ഷേ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ ജേണൽ എൻട്രി എഴുതേണ്ടത്. ഇനി എങ്ങനെ ജേണലൈസ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷെയർ ക്യാപിറ്റലിൽ പ്രീമിയം എങ്ങനെയാണോ നമ്മൾ ജേണലൈസ് ചെയ്യുന്നത് അതേ പ്രൊവിഷൻ തന്നെയാണ് എവിടെയുള്ളത്, ഡിബഞ്ചേഴ്സിൻ്റെ കേസിലുള്ളത്. ഷെയർ ക്യാപിറ്റൽ എങ്ങനെയാണോ നമ്മൾ പ്രീമിയം അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഷെയർ ക്യാപിറ്റൽ ജേണൽ എൻട്രിയിൽ, ഇപ്പോൾ ഷെയർ ക്യാപിറ്റൽ കളക്ട് ചെയ്യുന്ന സമയത്ത് അലോട്ട്മെൻറ്റിൻ്റെ ഒപ്പോ ആപ്ലിക്കേഷൻ്റെ ഒപ്പോ കോളിൻ്റെ ഒപ്പോ പ്രീമിയം കളക്ട് ചെയ്യാം. അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ഡിബഞ്ചറിൻ്റെ കേസിലും പ്രീമിയം കളക്ട് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ 1-2 എക്സാമ്പിൾസ് പറയാം. ഇപ്പോൾ നമ്മൾ അപ്ലിക്കേഷൻ മണിയുടെ ഒപ്പമാണ് പ്രീമിയം കളക്ട് ചെയ്യുന്നതെങ്കിൽ എന്താണ്, ഷെയർ അപ്ലിക്കേഷൻ മണിയുടെ ഒപ്പം കളക്ട് ചെയ്യണമെങ്കിൽ ആദ്യം ബാങ്ക് വരുന്ന ജേണൽ എൻട്രിയാണ് വരിക. കാരണം അപ്ലിക്കേഷൻ മണിയാണ് ആദ്യമായിട്ട് പേ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ അപ്ലിക്കേഷൻ, അതിൽ പ്രീമിയം നമ്മൾ ഡിവിഷൻ ചെയ്യുന്നില്ല. അപ്ലിക്കേഷൻ മണി മുഴുവനായിട്ട് ബാങ്കിലേക്ക് വന്നു എന്ന് മാത്രമേ ഫസ്റ്റ് ജേണൽ എൻട്രിയിൽ അർത്ഥമാക്കുന്നുള്ളൂ. രണ്ടാമത്തെ ജേണൽ എൻട്രിയിലാണ് ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ടു എന്താണ് ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം എന്നാണ് ഷെയർ ക്യാപിറ്റൽ വരുന്ന സമയത്ത് ചെയ്യുന്നത്. ഇവിടെയും അതുപോലെ തന്നെ എന്താണ് ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട്. ദെൻ രണ്ടാമത്തെ ജേണൽ എൻട്രി എന്താ, ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. അപ്പോൾ രണ്ടാമത്തെ ജേണൽ എൻട്രിയിലാണ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് വരുന്ന ജേണൽ എൻട്രിയിലാണ് ഡിബഞ്ചറിനെയും അതുപോലെ തന്നെ സെക്യൂരിറ്റി പ്രീമിയത്തിനെയും ഡിവൈഡ് ചെയ്യുന്നത്. ഇനി അലോട്ട്മെൻറ്റിൻ്റെ ഒപ്പമാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം തന്നെ അലോട്ട്മെൻറ്റ് ഡ്യൂ ആക്കുകയാണ് ചെയ്യാം അല്ലേ. അപ്പോൾ എന്താണ് വരിക, ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു, വീണ്ടും ഒരു 2 കൂടി വേണം, ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. അടുത്ത ജേണൽ എൻട്രിയിൽ വ്യത്യാസമൊന്നുമില്ല, ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ്. ഇതേ സെയിം ജേണൽ എൻട്രി തന്നെയാണ് എന്തിനു വരുന്നത്, ഷെയർ കോൾ അക്കൗണ്ട് ആണെങ്കിലും വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൊരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ നോക്കാം. പേജ് നമ്പർ 140 ഇല്ലസ്ട്രേഷൻ 3 ആണ് ക്വസ്റ്റ്യൻ നമ്പർ. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. RK Marbles Limited issued 5,011% debentures of ₹100 each at ₹110 payable as follows. 100 രൂപയുടെ ഡിബഞ്ചറാണ്, അത് 110 രൂപയ്ക്കാണ് വിൽക്കുന്നത്. പേ ചെയ്യുന്നത് അപ്ലിക്കേഷൻ 30 രൂപ ഇൻക്ലൂഡിങ് പ്രീമിയമാണ്, അലോട്ട്മെൻറ്റ് 40, ഫസ്റ്റ് കോൾ 40, അപ്പോൾ 110 രൂപ വരുന്നു. ദ ഡിബഞ്ചേഴ്സ് വേർ ഫുള്ളി സബ്സ്ക്രൈബ്ഡ് ആൻഡ് ദ എമൗണ്ട്സ് വേർ ഡ്യൂലി റിസീവ്ഡ്. ഡിബഞ്ചേഴ്സ് മുഴുവനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നു, എമൗണ്ട് മുഴുവനായിട്ട് എന്ത് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു. പാസ് ദ നെസസറി ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ദ കമ്പനി. വ്യക്തമായിട്ടുള്ള ജേണൽ എൻട്രീസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിത് ബോർഡിൽ വർക്ക് ചെയ്യാം. ഇതൊരു ഓർഡിനറി ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ ഇവിടെ ആകെയുള്ളൊരു വ്യത്യാസം, ഇവിടെ പ്രീമിയം ഉണ്ട്. ആ പ്രീമിയം കളക്ട് ചെയ്യുന്നത് അപ്ലിക്കേഷൻ മണി, ഈ ക്വസ്റ്റ്യനിൽ അപ്ലിക്കേഷൻ മണിയുടെ ഒപ്പമാണ് കളക്ട് ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്, ഷെയറിൽ നമ്മൾ പ്രീമിയം പഠിച്ചിട്ടുള്ളതാണ്, അപ്പോൾ അറിയാം. എങ്കിലും ഒന്നുകൂടി നമുക്ക് ഇത് ചെയ്ത് നോക്കാം. അപ്പോൾ അപ്ലിക്കേഷൻ മണി കിട്ടുന്ന സമയത്ത് അവിടെ യാതൊരു ബുദ്ധിമുട്ടും വേണ്ട. എത്ര ഷെയർ ഉണ്ട്, 5000 ഷെയറാണുള്ളത്, ഇൻറ്റു ടോട്ടൽ അപ്ലിക്കേഷൻ മണി, ദാറ്റ് ഈസ് ഇൻക്ലൂഡിങ് പ്രീമിയം, 1,50,000. ടു എത്ര ശതമാനം ഡിബഞ്ചേഴ്സാണ്, 11% ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട്. 11% ഡിബഞ്ചർ അപ്ലിക്കേഷൻ മണിയായിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ക്രെഡിറ്റ് കോളത്തിൽ 1,50,000. നരേഷന് എഴുതുക, ബീയിങ് 11%
ഡിബഞ്ചർ അപ്ലിക്കേഷൻ റിസീവ്ഡ്. ഇത് റിസീവ്ഡ് വിത്ത് എ പ്രീമിയം എന്നൊക്കെ വേണമെങ്കിൽ എഴുതാട്ടോ. വിത്ത് എ പ്രീമിയം ഓഫ് ₹10 പെർ ഡിബഞ്ചർ എന്നൊക്കെ എഴുതാം. അതല്ല വെറുതെ എങ്ങനെ എഴുതിയോണ്ടും കുഴപ്പമില്ല. അപ്ലിക്കേഷൻ റിസീവ്ഡ് ഇങ്ങനെ എഴുതിയോണ്ടും പ്രോബ്ലം ഇല്ല. ദെൻ അടുത്ത ജേണൽ എൻട്രിയിൽ അവിടെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. 11% ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ 1,50,000 to 11% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് എത്രയാണ് വേണ്ടത്? 5,000 × 20. അപ്പോൾ എത്രയാണ്? 1,00,000. ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് 5,000 × 10 50,000. നമ്മൾ എഴുതുന്നത് എന്താണ്? അപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫേർഡ്. വളരെ സിമ്പിളായിട്ട് എഴുതി. അപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. ട്രാൻസ്ഫേർഡ് ടു ഡിബഞ്ചേഴ്സ് ആൻഡ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്ന് വേണമെങ്കിൽ എഴുതാം, അതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ എഴുതിയാലും മതി. അടുത്തത് സാധാരണ പോലെ ഇനി ഇത് കംപ്ലീറ്റ് ചെയ്യേ വേണ്ടൂ. ഈ 2 ജേണൽ എൻട്രിയിലാണ് ഇതിൻ്റെ, അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ ജേണൽ എൻട്രിയിലാണ് ഇതിൻ്റെ ബേസ് ഇരിക്കുന്നത്. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ബേസ്. ഇത് മാത്രമാണ് പ്രധാനപ്പെട്ട കാര്യം. ബാക്കിയൊക്കെ നോർമലായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എങ്കിലും നമുക്കിവിടെ ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ട് എഴുതാം. അലോട്ട്മെൻറ്റ് ഡ്യൂ ആക്കാം. 11% ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ. നരേഷനായിട്ട് അല്ല ഡിനോമിനേഷനായിട്ട് എഴുതുന്നത് 5,000 ഇൻറ്റു അലോട്ട്മെൻറ്റ് മണി എത്രയാണ്? 40 രൂപയാണ്. 40 രൂപ. 40 രൂപയാകുമ്പോൾ 2 lakhs. ടു 11% debentures account. $2 lakh. Narration being 11% debenture allotment due. 11% ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് ഡ്യൂ. അടുത്തത് അലോട്ട്മെൻറ്റ് ഡ്യൂ ആയിക്കഴിഞ്ഞാൽ അടുത്തത് അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ്. അതിനെ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ $2 lakh to 11% debenture allotment account. $2 lakh. നരേഷ് എഴുതുക. being 11% debenture
അലോട്ട്മെൻറ്റ് മണി റിസീവ്ഡ്. ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് മണി റിസീവ്ഡ്. ഇനി അലോട്ട്മെൻറ്റ് മണി കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഉള്ളത് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ഡ്യൂ ആക്കുക, അത് റിസീവ് ചെയ്യുക. 2 ജേണൽ എൻട്രി എഴുതാനുള്ളൂ. എന്തായാലും നമുക്ക് ബോർഡ് മാച്ചിട്ട് എഴുതാൻ പറ്റുള്ളൂ. ബോർഡ് ക്ലീൻ ചെയ്തിട്ട് എഴുതാം. അപ്പോൾ ഇനി ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ഡ്യൂ ആക്കുക. %11 ഡിബഞ്ചേഴ്സ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ. എത്ര ഷെയറാ? എത്ര ഡിബഞ്ചേഴ്സാ? 5000. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി 40 തന്നെ, 40 തന്നെ, 2 lakh. 2 11% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. $2 lakh. Narration being 11% debenture first and final call due. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ഡ്യൂ. ഇനി ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രി ആണ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 2 lakh to ഡിബഞ്ചർ എന്ന് മാത്രം എഴുതിയ പോരാ. 11% ഡിബഞ്ചർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് 2 lakh. Narration being 11% debenture first and final call money received. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിംഗ് മണി റിസീവ്ഡ്. അപ്പോൾ ഇതോടുകൂടി ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പേജ് നമ്പർ 141 ഇല്ലസ്ട്രേഷൻ 4 ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, കുട്ടികൾ ശ്രദ്ധിക്കുക. RK Marbles Limited issued 5,000 11% debentures of ₹100 each at ₹110 payable as follows. On application ₹20, on allotment ₹50 including premium, on first call ₹40. The debentures were fully subscribed and the amounts were duly received. Pass the necessary journal entries in the journal of the company. Also show how the amounts will appear in the balance sheet. അപ്പോൾ ഇവിടെ ജേണൽ എൻട്രി മാത്രം എഴുതിയാൽ പോരാ, ഇത് എങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ അപ്പിയർ ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റ് കൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ബോർഡിലേക്ക് പോകാം. ഇത് ഒരു സാധാരണ ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ പ്രീമിയം അലോട്ട്മെൻറ്റിൻ്റെ ഒപ്പമാണ് കിട്ടുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 5000. സെയിം ക്വസ്റ്റ്യൻ തന്നെ, സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ, ഒറ്റ മാറ്റേ ഉള്ളൂ. 5000 × 20
1 lakh to 11% debentures. Debentures account 1 lakh. Narration being simple ആയിട്ട് എങ്ങനെ എഴുതാം? അപ്ലിക്കേഷൻ മണി റിസീവ്ഡ്. അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അപ്ലിക്കേഷൻ മണി എവിടേക്ക് മാറ്റണം? ഡിബഞ്ചേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇവിടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. നമ്മൾ ഡിബഞ്ചേഴ്സ് അപ്ലിക്കേഷൻ മണി എന്നാണ് എഴുതേണ്ടത്. അപ്ലിക്കേഷൻ അക്കൗണ്ടാണ്. ഇനി ആ അപ്ലിക്കേഷൻ അക്കൗണ്ട് എവിടേക്ക് മാറ്റണം? ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് മാറ്റണം. ഇപ്പോൾ രണ്ടാമത്തെ ജേർണൽ എൻട്രി 11% ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ 1 lakh to 11% debentures account 1 lakh. Narration being application money transferred. Being application money transferred. അപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആക്കുക എന്നുള്ളതാണ്. 11% ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞ് ഡിനോമിനേഷൻ എഴുതുക. 5000 ഇൻറ്റു അലോട്ട്മെൻറ്റ് എത്രയാണ്? 50 രൂപ ഇൻക്ലൂഡിങ് പ്രീമിയം. അപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്ത് നോക്കുക. 5 2 7 4 11 110 രൂപ തന്നെ. അപ്പോൾ 10 രൂപയാണ്. അപ്പോൾ ഇവിടെ 25 1 2 3 4 2,50,000 to 11% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് എത്രയേ പോകാൻ പാടുള്ളൂ? 50,000 ഇൻറ്റു 40, ദാറ്റ് ഈസ് 2 lakh. വീണ്ടും 2 സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് 50,000 ഇൻറ്റു 10, ദാറ്റ് ഈസ് 50,000 അല്ല 5,000. തെറ്റിയതാണ്. 5,000 ഇൻറ്റു 10 50,000. 5,000 ഡിബഞ്ചറാണുള്ളത്. നരേഷ് എഴുതുക. ബീയിങ് അലോട്ട്മെൻറ്റ് മണി അലോട്ട്മെൻറ്റ് ഡ്യൂ വിത്ത് എ പ്രീമിയം. ഇങ്ങനെ എഴുതാം. വിത്ത് എ പ്രീമിയം ഓഫ് ₹10. 10 രൂപ പ്രീമിയത്തിൽ അലോട്ട്മെൻറ്റ് ഡ്യൂ ആയിട്ടുണ്ട്. അപ്പോൾ അലോട്ട്മെൻറ്റ് എമൗണ്ട് 40 രൂപയാണെന്ന് പറയുന്നില്ല. അതിന് പകരം 10 രൂപ പ്രീമിയത്തിലാണ് ഡ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം 50 രൂപയിൽ 10 രൂപ പ്രീമിയവും ബാക്കി 40 രൂപ അലോട്ട്മെൻറ്റുമാണ് എന്നാണ് അതിൻ്റെ മീനിങ്. ഇനിയാണത് പൈസ കിട്ടുന്ന അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുന്ന ജേർണൽ എൻട്രി. അവിടെ വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 2 lakh ഫുൾ എമൗണ്ട് കാണിക്കാം. 2,50,000 to 11% ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് 2,50,000. നരേഷിന് എഴുതുക. ബീയിങ് ഡിബഞ്ചർ എന്ന് വെറുതെ എഴുതിയാൽ പോരാ. ബീയിങ് 11% ഡിബഞ്ചർ അലോട്ട്മെൻറ്റ്
മണി റിസീവ്ഡ്. 11% 11% ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് മണി റിസീവ്ഡ്. അപ്പോൾ അലോട്ട്മെൻറ്റ് മണി കിട്ടി. ഇനി നമുക്ക് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ആണല്ലോ. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ഡ്യൂ ആക്കണം, അത് റിസീവ് ചെയ്യണം. ഇത് എങ്ങനെ ബാലൻസ് ഷീറ്റിൽ അപ്പിയർ ചെയ്യുന്നു എന്നുള്ളതും എഴുതണം. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ബോർഡ് ക്ലീൻ ചെയ്തിട്ട് എഴുതാം. ഇനി ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ഡ്യൂ ആക്കുന്നു, റിസീവ് ചെയ്യുന്നു. 11% ഡിബഞ്ചർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ. ഡിനോമിനേഷൻ 5,000 into 40. 2 lakh. 11% debentures account. 2 lakh. Narration being 11% debenture first and final call due. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ഡ്യൂ ആയിട്ടുണ്ട്. ഇനി അത് റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 2 lakh to 11% ഡിബഞ്ചർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് 2 lakh. Narration being final call received. കഴിഞ്ഞു. സിമ്പിളാണ്. അപ്പോൾ ഈ ആദ്യത്തെ എന്താണ് പ്രീമിയത്തിൻ്റെ ജേണൽ എൻട്രി കഴിഞ്ഞാൽ പിന്നെയൊക്കെ ഈസിയാണ്. അപ്പോൾ അതുപോലെയുള്ള ജേണൽ എൻട്രീസ് മാത്രമാണ്. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് എങ്ങനെ വരയ്ക്കാം എന്ന് നോക്കാം. ആദ്യത്തെ ഹെഡിങ് ഇക്വിറ്റി ആൻഡ് ക്യാപിറ്റൽ. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. ഇക്വിറ്റി ആൻഡ് ക്യാപിറ്റൽ അല്ല, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. അതിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, അത് എഴുതിയില്ല. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിന് തൊട്ട് താഴെ വരേണ്ടത് ഷെയർ ക്യാപിറ്റൽ എന്നുള്ള ഹെഡാണ്. പക്ഷെ ഇവിടെ ഷെയർ ക്യാപിറ്റൽ നമുക്ക് ഇല്ലയോ, തന്നിട്ടില്ല, അറിയില്ല. അപ്പോൾ അവിടെ വരേണ്ടത് റിസർവ്സ് ആൻഡ് സർപ്ലസ്. റിസർവ്സ് ആൻഡ് സർപ്ലസ് എഴുതിയിട്ട് എന്ത് ചെയ്യാം? നോട്ട് നമ്പർ 1. അത് ഒന്നാമത്തെ ഐറ്റത്തിന് 1 എന്ന് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അടുത്ത ഐറ്റമാണ് നമുക്ക് ആദ്യമായിട്ട് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ 2. അപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിൽ അത് കേട്ടോ. ഇവിടെ നമുക്കിതിനെ താഴെയുള്ള പോർഷനെ നമുക്ക് പറയാൻ പറ്റുന്നത് നോട്ട്സ് ടു അക്കൗണ്ട് എന്നാണ്. നോട്ട്സ് ടു അക്കൗണ്ട് ഇത് ഇതിൻ്റെ ഫോർമാറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിലെ നോട്ട് നമ്പർ 1 ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ നമുക്ക് എഴുതാം എന്താണ്? റിസർവ്സ് ആൻഡ് സർപ്ലസ്. അപ്പോൾ ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് കൊടുക്കണമെന്നില്ല, റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് കൊടുത്താലും മതി. അതല്ലാതെ എഴുതി കൊടുത്തോണ്ട് കുഴപ്പമില്ലടാ. റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഈ റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ താഴെയാണ് നമ്മുടെ എന്ത് വരുന്നത്? സെക്യൂരിറ്റീസ് പ്രീമിയം വരുന്നത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ എഴുതാൻ കാരണം. സെക്യൂരിറ്റീസ് പ്രീമിയം എത്ര രൂപയാണ്? 10 രൂപയാണ്. ഷെയർ 500 ഡിബഞ്ചർ 500 ഡിബഞ്ചേഴ്സാണ്. അപ്പോൾ 50,000. അപ്പോൾ ഇതിനെ ഡിനോമിനേഷൻ ഒന്നും എഴുതണ്ട, ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ഇനി എന്ത് ചെയ്യുക? നേരിട്ട് നമ്മുടെ
ഇതിലേക്ക് സർപ്ലസ് 50,000. റിസർവ്സ് ആൻഡ് സർപ്ലസ് കഴിഞ്ഞാൽ അടുത്തത് നോൺ കറണ്ട് ലയബിലിറ്റീസ്. നോൺ കറണ്ട് ലയബിലിറ്റീസ്. നോൺ കറണ്ട് ലയബിലിറ്റീസിൽ ഉള്ള ഒരു ഐറ്റമാണ് ലോങ് ടൈം ബോറോയിങ്സ്. നേരത്തെ നമ്മൾ എഴുതിയതാണ്. ലോങ് ടൈം ബോറോയിങ്സ് അതിന് ഇവിടെ എന്ത് ചെയ്യുക? നോട്ട് നമ്പർ 2. ലോങ് ടൈം ബോറോയിങ്സിന് നോട്ട് നമ്പർ 2 ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ വീണ്ടും നോട്ട് നമ്പർ 2. ലോങ് ടൈം ബോറോയിങ്സ് നോട്ട് നമ്പറിലെ ലോങ് ടൈം ബോറോയിങ്സ് നമ്മൾ എഴുതുന്നു. അത് എഴുതി കഴിഞ്ഞാൽ അവിടെ ചെയ്യേണ്ടത് ഇവിടെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കണം. എന്താണ് 5,000 കോമീഡ 11% ഡിബഞ്ചേഴ്സ് അറ്റ് ദ റേറ്റ് ഓഫ് ₹100 ഈച്ച് എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യുക? അത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള എമൗണ്ട്, ദാറ്റ് ഈസ് 5 lakh എഴുതുക, ക്ലോസ് ചെയ്ത് വയ്ക്കുക. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യുക? നേരത്തെ എഴുതിയത് കംപ്ലീറ്റ് ആക്കുക. 2ൽ പോവുക, 2ൽ 5 lakh എഴുതുക. അപ്പോൾ ഇത് കഴിഞ്ഞു കൂട്ടുക. 5,50,000 ആണ് ലയബിലിറ്റീസിൻ്റെ ടോട്ടൽ. അടുത്ത സെക്കൻഡ് പോയിൻ്റ് ആണ്, സെക്കൻഡ് ഹെഡിങ് ആണ് അസറ്റ്സ്. ഞാനിവിടെ നമ്പറൊന്നും ഇടുന്നില്ല. അസറ്റ്സിൽ നമുക്ക് ആദ്യം എഴുതാൻ പറ്റുന്ന ഇവിടെ പറഞ്ഞിട്ടുള്ളത് കറണ്ട് അസറ്റ്സ് മാത്രമാണ്. കറണ്ട് അസറ്റ്സിൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യുന്നു? നോട്ട് നമ്പർ 3 ഇട്ട് വയ്ക്കുന്നു. ഇവിടേക്ക് വരുന്നു, നമ്മുടെ നോട്ടിലേക്ക് വരുന്നു. നോട്ട് നമ്പർ 3 ഹെഡിങ് എഴുതുന്നു. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്. ക്യാഷ് അറ്റ് ബാങ്ക്. ക്യാഷ് അറ്റ് ബാങ്ക് എത്രയാണ്? നമുക്കറിയാം 5,50,000 രൂപയാണ് അവിടെ ഉള്ളത്, അല്ലേ? അപ്പോൾ 5,50,000. 5,50,000 എങ്ങനെയാണ് വന്നത്? 5 ലക്ഷം നമ്മുടെ ഡിബഞ്ചറിൻ്റെ എമൗണ്ടും 50,000 സെക്യൂരിറ്റി പ്രീമിയത്തിൻ്റെ എമൗണ്ടും കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ മൂന്നാമത്തെ നേരെ 5,50,000 എഴുതുക, അണ്ടർലൈൻ ചെയ്യുക. താഴത്തേക്ക് ഒരു ഐറ്റം മാത്രമേ ഉള്ളെങ്കിലും താഴത്തേക്ക് എടുത്ത് എഴുതുക. അപ്പോൾ നമ്മുടെ 2 ഐറ്റം ഈക്വലായി, 5,50,000 ആയി. അപ്പോൾ ഇതാണ് നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇവിടെ ഒരു ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഇവിടെ പ്രീമിയം എന്നുള്ളൊരു ഐറ്റം കൂടുതലായിട്ട് വന്നു, വേറെ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ ഇത് ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് പഠിച്ചു വെക്കണമെന്ന് നിർബന്ധമാണ്. ഫോർമാറ്റ് അറിയുന്ന ആൾക്കേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ താങ്ക് യു. ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്.